നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ഹരീഷ്ണൻ. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനും സൗദിയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിരുന്നു. കരാർ ഇപ്പോഴും ഉണ്ട്. അതായത് ആരാദ്യം ഈ രണ്ട് രാജ്യങ്ങളിൽ ഒരാൾ ആക്രമിക്കുന്നു, അപ്പോൾ അടുത്ത രാജ്യം പ്രതികരിക്കും. കാരണം സൗദി അറേബ്യയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായം പാകിസ്ഥാനിൽ അവർക്ക് സ്വന്തമായിട്ട് സൈന്യം വളരെ കുറവാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ഒരുപാട് സഹായങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് സൈനികമായി സഹായിക്കുന്നുണ്ട്. കാരണം അവർക്ക് പിടിച്ചു നിന്നേ പറ്റൂ, അല്ലേ? ഒരേ സമയം അമേരിക്കയും സൗദിയും ഒക്കെ തൃപ്തിപ്പെടുത്തി വേണം പാകിസ്ഥാനെ മുന്നോട്ട് പോകുന്നത്. അത് അവരുടെ കുതന്ത്രം. ഇപ്പോൾ കേൾക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക് നാറ്റോ, അല്ലേ? നാറ്റോ നമുക്കറിയാം, ലോകരാജ്യങ്ങളുടെ സമാധാനത്തിനൊക്കെയുള്ള സൈന്യമാണ് നാറ്റോ. യൂറോപ്പും അമേരിക്കയും അവരാണ് മെയിനായിട്ട്. ഈ നാറ്റോ സഖ്യം ആണ് ഏറ്റവും യൂറോപ്പിനെ സംരക്ഷിക്കുന്നതും അവർ തന്നെയാണ്. അമേരിക്ക അതിലൊരു അപ്പർ ഹാൻഡ് കാണിക്കാൻ നോക്കുമ്പോഴത്തേക്കാണ് ഈ യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ ഒരു ഇസ്ലാമിക് നാറ്റോ, അല്ലേ? എന്തിനും ഒരു ഇസ്ലാമിക് എന്നൊരു പേര് ചേർത്ത് ഇസ്ലാമിക് രാഷ്ട്രങ്ങളെല്ലാം ചേർന്നിട്ട്, പക്ഷെ അതിലിപ്പോൾ വന്ന് 3 രാജ്യങ്ങളുള്ളൂ, അല്ലേ? അപ്പം അത് ശരിക്കും അത് മെക്ക ട്രീറ്റി അല്ലേ അതിന് പറയുന്നത്? മെക്ക ഡിഫൻസ് പാക്ട്. ഒരുപാട് വിചിത്രമായ റൂൾസും ഒക്കെയാണ് അവർക്കുള്ളത്. ശരിക്കും എന്താണ് ഈ ഇതിൽ അംഗങ്ങളാകാൻ പോകുന്ന ഇസ്ലാമിക് രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇത് ഇവർ യഥാർത്ഥത്തിൽ ഇപ്പം നാറ്റോ ചെയ്യുന്നത് പോലെ ഒരു പരസ്പര ഒരു സഹകരണം എന്നതിനപ്പുറം അവരുപയോഗിച്ചിരുന്ന അതേ രീതിയിൽ തന്നെ, അതായത് ഒരു രാജ്യത്തിനെതിരെയുള്ള ആക്രമണം മറ്റൊരു രാജ്യത്തിനെതിരെയുള്ള ആക്രമണമായിട്ട് കണക്കാക്കുന്ന ഒരു ഡിഫൻസ് പാക്റ്റാണ്, ഡിഫൻസ് ഡീലാണ്. സാമ്പത്തികം എന്നതിനപ്പുറം സൈനികമാണ് കരാറിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നാറ്റോയിൽ അമേരിക്കയുണ്ട്, മറ്റു പല രാജ്യങ്ങളും, ഇപ്പം ഫ്രാൻസ് ഉണ്ട്, ജർമ്മനി ഉണ്ട്, ഇങ്ങനെ ബ്രിട്ടനുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം തന്നെ സൈനികമായി ശക്തമായ രാജ്യങ്ങളാണ്. അതെ. അപ്പോൾ ഈ രാജ്യങ്ങളിൽ ഇവിടെ സൗദിക്കൊരു റോളുമില്ല. ഇപ്പോൾ തുർക്കിക്കൊരു റോളുണ്ട്. തുർക്കി ഒരു അത്യാവശ്യം പ്രതിരോധ രംഗത്ത് വളരെ ശക്തമായിട്ടുള്ള ഒരു രാജ്യമാണ്. അംഗബലത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ചില നല്ല കൃത്യമായി സാങ്കേതികമായിട്ട് നല്ല ഡ്രോൺ സംവിധാനം തുർക്കിക്കുണ്ട്. അതെ, പക്ഷേ അതുകൂടെ പൊലിഞ്ഞു പോയി. ഇന്ത്യയുടെ അത് നടക്കാതെ ഇന്ത്യ എല്ലാം തകർത്ത് വിട്ടു. അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിന് ആണവായുധമുണ്ട്. ആണവായുധം പാകിസ്ഥാൻ ഉപയോഗിക്കാൻ പറ്റില്ല, നേരെ ചൊവ്വേ ഒരു സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത് അമേരിക്കയുടെ ആണവായുധമാണ്. അവർ സ്വന്തം ആണവായുധം എന്ന് പറയുന്നെങ്കിൽ കൂടിയും ഉലക്കയുണ്ട്, പക്ഷെ എടുത്ത് പൊക്കാൻ തോക്കുണ്ട്, വെടിവെക്കരുത്. ഈ CID മൂസ എന്ന സിനിമയിൽ പറഞ്ഞ പോലെ അത്തരത്തിലാണ് അവരുടെ ഒരു സംവിധാനം. അപ്പോൾ ഇവരെല്ലാവരും ചേർന്നിട്ട് ഒരു ഡിഫൻസ് പാക്ട് സൈൻ ചെയ്തു. അപ്പോൾ പാകിസ്ഥാൻ ഈ 3 രാജ്യങ്ങളുടെയും സംരക്ഷണം ആവശ്യമാണ്. കാരണം പാകിസ്ഥാൻ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ്, സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ്. ഒന്നുമില്ല, പെട്രോൾ വാങ്ങാൻ വേണ്ടിയിട്ട് കാശില്ല, അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളില്ല. അങ്ങനെ പിന്നെ മറ്റ് കൺവെൻഷണൽ എനർജി ഫോംസ് ഒന്നും പാകിസ്ഥാനിലില്ല. അങ്ങനെ അടിമുടി പാകിസ്ഥാൻ ഇൻഫ്ലേഷൻ ആണെങ്കിൽ കഠിനമായിട്ടുള്ള ഇൻഫ്ലേഷൻ. ഇനി ആഭ്യന്തര പ്രശ്നങ്ങളാണെങ്കിൽ ഒരു ഭാഗത്ത് POKയ്ക്ക് പ്രശ്നമാണ്. ജോയിൻ്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൻ ശക്തമായ പ്രക്ഷോഭം. പാകിസ്ഥാൻ പട്ടാളം ഇവരെ ആക്രമിച്ച് കൊല്ലുന്നു. മറുഭാഗത്ത് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് കഴിഞ്ഞു. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 11 തോന്നുന്നു, അല്ലേ? ഓഗസ്റ്റ് 11 സ്വാതന്ത്ര്യം ആണ്, അവരുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാൻ പോകുന്നു. അത് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, സ്വാതന്ത്ര്യം നേടുകയാണ്, സ്വാതന്ത്ര്യ ദിനമായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് 11. അപ്പോൾ ആ രീതിയിൽ ബലൂചിസ്ഥാൻ ഇനി ഇപ്പുറത്ത് സിന്ധ് മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും പ്രശ്നമാണ്. പഞ്ചാബാണ് ആകെ കൂടെ ഒരല്പമെങ്കിലും ആശ്വാസമുള്ളൊരു മേഖല. ഈ രീതിയിലാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഖ്വാജ ആസിഫ് തന്നെ ഈ അടുത്ത സമയത്ത് പറഞ്ഞു ഇന്ത്യയെ അങ്ങ് ആക്രമിക്കും, ഇന്ത്യ അങ്ങ് തീർത്ത് കളയും എന്നൊക്കെയാണ് ഖ്വാജ ആസിഫിൻ്റെയൊക്കെ വാദം. അത് അവരുടെ വാദമായിട്ട് തന്നെ ഇരിക്കാൻ ടെൻഷൻ കൂടുമ്പോൾ ഇന്ത്യയെ നോക്കി പല്ലിളിച്ച് കാണിക്കും. ഇപ്പം പഴയതുപോലെ ആക്രമിക്കാൻ പറ്റില്ല. ആക്രമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അജ്ഞാതരാൽ അവരുടെ ഭീകരവാദികൾ ഓരോരുത്തരായിട്ട് കൊല്ലപ്പെട്ടു. 35 പേരായല്ലേ? അതെ, 35 പേരെ ഇന്നും ഒരാൾ കൊല്ലപ്പെട്ടു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ആൾക്കാർ ഓരോരുത്തരായിട്ട് അവരുടെ മെയിൻ ലാൻഡിനകത്ത് കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇസ്ലാമാബാദിലോ കറാച്ചിയിലോ POKയിലൊക്കെ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫൻസ് പാക്റ്റിൻ്റെ കൂടി ആവശ്യമുണ്ട്. അവിടെ തുർക്കി കൂടി വരാമെന്ന് പറഞ്ഞു. നേരത്തെ തന്നെ അവരൊരു മാരിടൈം ഡീൽ കൊണ്ടുവന്നിരുന്നു. അതൊരു 14 രാജ്യങ്ങളുണ്ടായിരുന്നു.
14 രാജ്യങ്ങളിലത് ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ അതും പോരാഞ്ഞിട്ടാണ് ഇപ്പം പുതിയൊരു സംഭവം കൂടി കൊണ്ടുവന്നത്. ഇത് എന്തൊക്കെ സംഭവിച്ചാലും ഇവർക്കൊന്നും കൃത്യമായ രീതിയിൽ ഇതൊരു സ്ട്രാറ്റജിക്കലി ഈ സാധനങ്ങളൊന്നും ഉപയോഗിക്കാനുള്ള ശേഷിയില്ല. തുർക്കിയെ നമ്മൾ ഒരൊറ്റ ഇതിൽ അടിച്ചിരുത്തി കളഞ്ഞു. കാരണം സൈപ്രസിന് നമ്മൾ ആയുധം കൊടുത്തു. സൈപ്രസിന് ആയുധം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും തുർക്കിയുടെ അടപ്പിളവിയിട്ടുണ്ട്. നമ്മൾ ബ്രഹ്മോസ് കൊടുക്കാമെന്നുള്ളതിൻ്റെ ഒരു കരാറിലായിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഗ്രീസിന് നമ്മൾ ആയുധം കൊടുത്തു. ഇത് രണ്ടും കൂടെ ആയപ്പോൾ തുർക്കി ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇങ്ങോട്ട് വന്ന് കാല് പിടിച്ചു. ഞങ്ങൾ ഇന്ത്യയുമായിട്ട് ഒരു പ്രശ്നമില്ല, ഞങ്ങളെ ദ്രോഹിക്കരുത്, ഞങ്ങൾ എന്ത് വേണോ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കാലുപിടുത്തമൊക്കെയാണ് കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്ക് മുന്നേ തുർക്കിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ രീതിയിലാണ് തുർക്കിയെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഈ കോജാസിഫ് പറയുന്നത്, ഞങ്ങൾ അടിച്ചു കഴിഞ്ഞ് ഞങ്ങളെ 3 പേരും കൂടെ, ഞങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ കടപ്പുറ അളവെന്ന് പറയുന്നത് ഈ ഇദ്ദേഹം വന്നിട്ട് പറയാണ് ഞങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ 3 പേരും കൂടി വരുമെന്ന്. അപ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് തുർക്കിയിൽ നിന്ന് തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഒന്നും ഞങ്ങളെ വേറെ ആരെങ്കിലും അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ വന്ന് ഞങ്ങൾ ചോദിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഇന്ത്യക്ക് ഞങ്ങളോട് വലിയ വിരോധം തോന്നരുത്, ഞങ്ങൾ പാവങ്ങളാണ്, പിന്നെ ഞങ്ങളൊരു ഒപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വിഷയത്തെ ഡൈല്യൂട്ട് ചെയ്യുകയാണ് തുർക്കി ചെയ്തത്. നേരെ അപ്പുറത്ത് സൗദിയാണ് ഇരിക്കുന്നത്. സൗദിയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടിലാണ്. കാരണം സൗദി ഈ അബ്രഹാമിക് അക്കോർഡ് നേരെ ഡീൽ മര്യാദക്ക് ചെയ്തില്ല എങ്കിൽ സൗദിയെ സംബന്ധിച്ച് സൗദിക്ക് ഇനി ആണവായുധമോ അല്ലെങ്കിൽ ആണവോർജ്ജമോ ഒന്നും കിട്ടില്ല. അമേരിക്കയുടെ ഭാഗത്ത് 1, 2, 3 എഗ്രിമെൻറ്റ് പ്രകാരമുള്ള അവർക്ക് ഈ പാകിസ്ഥാനെ പോലെ ഒരു അണ്വായുധം ഡെവലപ്പ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ ഇറാൻ്റെ കയ്യിൽ അണ്വായുധമുണ്ട്, അവരുടെ കയ്യിൽ ഒരു അണ്വായുധം ഡെവലപ്പ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അണ്വായുധം ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അമേരിക്ക സഹായിക്കാം, അമേരിക്കയുടെ അണ്വായുധം കൊടുത്ത് സഹായിക്കാം. അമേരിക്ക ഇതേ രീതിയിൽ തന്നെയാണ് പാകിസ്ഥാനെ സഹായിച്ചത്. പക്ഷേ ഈ എബ്രഹാമിക് അക്കോർഡ് സൈൻ ചെയ്യണം. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഈ ഇറാൻ്റെ ഭാഗത്തുള്ള വിഷയങ്ങളുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് തരത്തിൽ തന്നെ ഈ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാവും. ഇതിൽ നിന്നൊക്കെ ഇനി ഇത് സൈൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്ക സഹായിക്കില്ല. അമേരിക്ക സഹായിക്കാതെ ഇവരെല്ലാവരും കൂടെ നിന്നിട്ട് പ്രത്യേകിച്ചൊരു കാര്യവും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ഏതെങ്കിലും രാജ്യങ്ങൾ സഹായിക്കണം. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോറിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ അവരെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത്തരം ഉടായ്പ വേലകളൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ അവരെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കില്ല. അപ്പോൾ സ്വാഭാവികമായും സൗദിക്കും ഒരു ചാഞ്ചാട്ടത്തിലാണ്. ഇനിയുള്ളത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനെ കൊണ്ട് കാര്യമായ രീതിയിൽ ഇപ്പോൾ സൈനികമായി കൂടി നേരത്തെ പാകിസ്ഥാൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് ആയുധങ്ങളും വെടിക്കോപ്പുകളും ഉണ്ടായിരുന്ന സമയത്ത്, ഇപ്പോൾ അമേരിക്ക ഇന്ത്യയേക്കാൾ കൂടുതൽ ആയുധ സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു പാകിസ്ഥാന്. അമേരിക്ക അവരുടെ ആയുധങ്ങൾ യഥേഷ്ടം ദാനം ചെയ്തിരുന്നു. പക്ഷേ ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ. അവിടുന്ന് അമേരിക്കയിൽ നിന്ന് ആൾ വരണം ഉപയോഗിക്കണമെങ്കിൽ. ഇവിടെ അവരെ കൊണ്ട് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ. ഇവിടെ മറ്റവർക്ക് മറ്റേ തീ കൊളുത്തി വിടുന്ന പീരങ്കികളൊക്കെ പഴയ സംവിധാനങ്ങളൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ അല്ലാതെ പഴയ ബാബറിൻ്റെ സമയത്തുള്ള വെടിമരുന്ന് സാധനങ്ങളൊക്കെ അവർക്ക് അറിയാം. അപ്പം അതുകൊണ്ട് ഇവരുടെ സ്ട്രാറ്റജി വലിയ മോശമായതുകൊണ്ടാണ് അവർ യുദ്ധത്തിൽ പരാജയപ്പെട്ടത്. അവരുടെ ആയുധങ്ങളില്ലാത്തതുകൊണ്ടല്ല, ഇന്ത്യക്ക് അവരുടെ പകുതി ആയുധങ്ങൾ മാത്രമേ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് പോലും ഇവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇന്ത്യക്ക് അവരുടെ ഇരട്ടിയിലധികം ആയുധങ്ങൾ ഉണ്ട്. അത് മാത്രമല്ല വാർഹെഡ്സിൻ്റെ കാര്യത്തിലും ഇന്ത്യക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റുന്ന വാർഹെഡ്സ് തന്നെ അവരെക്കാൾ 20 എണ്ണം കൂടുതലുണ്ട്. 190 ഇന്ത്യയുടെ വാർഹെഡ്സിൻ്റെ എണ്ണം. ഇനി ഡിപ്ലോയിഡ് വാർഹെഡ്സ്, നിറച്ച് വെച്ചിരിക്കുന്ന വാർഹെഡ്സ് തന്നെ 15 എണ്ണം എന്തോണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യ സൈനിക S-400 ഉണ്ട്, ഈ ബ്രഹ്മോസ് ക്രൂയിസ് ഉണ്ട്, വളരെ ശക്തമായ ഡിഫൻസ്, പിനാക റോക്കറ്റ് ലോഞ്ചർ, ആകാശമുണ്ട്, അഗ്നി നമ്മൾ പരീക്ഷിച്ചു. പിന്നെ ഇസ്രായേൽ വക ഇസ്രായേലിന്റെ കുറെ ആയുധങ്ങളുണ്ട്. ഈ നമ്മുടെ ഇതുണ്ടല്ലോ, തേജസ് വിമാനങ്ങൾ ഘടിപ്പിക്കാനൊക്കെ ഇസ്രായേൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. അതെ, അതുപോലെ ഇപ്പം നമ്മൾ അഗ്നി 4 പരീക്ഷിച്ചു. 4000 കിലോമീറ്റർ ദൈർഘ്യത്തിലേക്ക് പോകുന്ന തരത്തിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ബാലിസ്റ്റിക് മിസൈലാണ്. ഇനി അടുത്ത് നമ്മൾ അഗ്നി 6 പരീക്ഷിക്കാൻ പോകുന്നത്. ചിലപ്പോൾ അത് 6000 ഇൻ്റർ കോണ്ടിനെൻ്റലാണ്. 4000 വരുമ്പോൾ തന്നെ ഇൻ്റർ കോണ്ടിനെൻ്റലാകുമെന്ന് തോന്നുന്നു. അപ്പം ആ രീതിയിൽ നമ്മൾ ഹയർ ഗ്രേഡിലുള്ള ആയുധങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അഗ്നി 4 പരീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, അവരൊരു മാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. തുർക്കിക്ക് ചുറ്റും ചൈന, ഇങ്ങനൊരു മാപ്പ് 4000 കിലോമീറ്റർ റേഡിയസിൽ. അപ്പോൾ യുവമാർ പരീക്ഷിച്ചതിക്ക് അവരെ കയറി ചൊറിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എർദോഗൻ ഏത് ഭാഗത്തേക്ക് പോകുമെന്ന് അറിയാൻ പറ്റില്ല. മൾട്ടി വാർഹെഡുമാണ്. അതെ. അപ്പം അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഇവരെ അങ്ങ് കടുപ്പിക്കണ്ട. അപ്പം ഞങ്ങളൊരു ഒപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങളെ നമ്മൾ അങ്ങനെയൊന്നും കണക്കാക്കരുത്,
നമ്മളൊന്ന് നേരം പോക്കിന് വേണ്ടി ഒരു പേപ്പർ എടുത്ത് 3 പേരും കൂടെ ഒപ്പിട്ട് വെച്ചു. അല്ലാതെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു ഡീലുമല്ല ഇത്. ചൈന ഭയന്ന് പറഞ്ഞ പോലെയൊന്നും ഇന്ത്യ പറഞ്ഞില്ല. ചൈന ജപ്പാനും ഇന്ത്യയുമായിട്ട് അടുക്കുന്ന സമയത്ത് ചൈന പറഞ്ഞു, 2 രാജ്യങ്ങൾ നിങ്ങൾ തമ്മിൽ യോജിക്കുന്നത് ഞങ്ങളുടെ നെഞ്ചത്തോട്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചൈന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ രീതിയിലൊന്നും ഇന്ത്യ പറയാൻ നിന്നില്ല. ഇന്ത്യ ചെറുതായിട്ടൊരു പരീക്ഷണം നടത്തി, ഒന്നും പറഞ്ഞില്ല. ഒരു അഗ്നി 4ൻ്റെ ഒരു പരീക്ഷണം നടത്തി. അഗ്നി 4ൻ്റെ പരീക്ഷണം നടത്തിയപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. അവരുടെ കയ്യിൽ ആയുധമുണ്ട്, സാധനമുണ്ട്, ഇത് നമ്മുടെ നെഞ്ചത്തോട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ് പരീക്ഷണം നടത്തിയത്, നമ്മളെ മാത്രം മറ്റേ ജഗതി പറയും പോലെ എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറയും പോലെ അവരങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇതാണ് ഒരു പൊതുവിലെ അവസ്ഥ. ഈ ഒരു മാപ്പും കാര്യങ്ങളും ഒക്കെ ഇറക്കി വിടുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാകുന്നത് ഇന്ത്യ വളരെ ശക്തമായ രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പാകിസ്ഥാൻ എപ്പോഴാണെങ്കിലും അടി ഉറപ്പാണ്. ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയെങ്കിലും പാകിസ്ഥാൻ ഒരു ചൊറിയും. അപ്പോൾ ചൊറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പാക്റ്റും കൂടെ സൈൻ ചെയ്തത്. അപ്പോൾ ഇവരുമായിട്ടൊരു സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഒരു നന്നായി പോകുന്ന കുടുംബത്തിൽ ഒരു ഭീകരവാദിയോ ഒരു മാഫിയ പ്രവർത്തകനെയോ ആരെങ്കിലും ഒരു ഗുണ്ടയോ ഒക്കെ ചേർക്കുന്നതിന് തുല്യമാണ്. ഇവർ ആരെങ്കിലും ചെന്ന് എന്തെങ്കിലും ചൊറിയും, അതിൻ്റെ ബാധ്യത ഈ കുടുംബം കൂടെ ഏറ്റെടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ്. ഈ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം, സൗദിയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ കൂടെ നിർത്തുന്നത് ഒരു വലിയ ഭീഷണിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവൻ എന്തായാലും കയറി ചൊറിയൊന്ന് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ 2 എണ്ണം ബാക്കിലുണ്ട്, നിങ്ങളൊക്കെ ചെയ്യാനുള്ളതെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കയറി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം നമ്മുടെ കൂടി നിലനിൽപ്പ് ഒരു പ്രശ്നം. അല്ലെങ്കിൽ തന്നെ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിലെ രോഗി എന്നാണ് വിളിക്കുന്നത്. വലിയ യൂറോപ്പിലാണെന്നേ ഉള്ളൂ, ദാരിദ്ര്യത്തിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ സൗദിക്ക് അത്യാവശ്യം സമ്പത്തുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാഹചര്യം, അതുകൊണ്ടാണ് ഭാരതത്തിനോട് അവർ ഇങ്ങനെയാണ് ഞങ്ങളൊരു ഡിഫൻസ് പാക്റ്റ് ഭാരതത്തിന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. അതായത് ഞങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ടൊരു രാജ്യത്തെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് വോറിലേക്ക് പോവില്ല. അതെന്താണ് കാര്യങ്ങൾ വിലയിരുത്തിയതിന് ശേഷം മാത്രം വേണമെങ്കിൽ ഇടപെടാം എന്ന് മാത്രമേ ഉള്ളൂ. തുടക്കത്തിലേ അത് ചീറ്റിപ്പോയി. അല്ല, പിൻവലിഞ്ഞു. പാകിസ്ഥാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇപ്പോൾ ഇതാണ് ഒരു അവസ്ഥ. പാക്റ്റ് ഉണ്ട്, പക്ഷേ തുർക്കി പിൻവലിഞ്ഞു. പാക്റ്റ് ഉണ്ട്, തുർക്കിയും ഉണ്ട്, പക്ഷേ ഈ സംഗതി വെടിവെക്കാൻ പറ്റില്ല, ഉണ്ടയില്ല അതിനകത്ത്. പാക്റ്റൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. തുർക്കി ഇങ്ങനെയാണ് പറഞ്ഞത്, ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അങ്ങോട്ടൊന്നും വരില്ല, എങ്ങനെ എന്തെങ്കിലും ഒരു പൊട്ടാസ് പൊട്ടിച്ചാൽ മാത്രം, ഒരു പൊട്ടാസ് സൈഡിൽ കൂടെ എന്തെങ്കിലും പൊട്ടിച്ചു പോകല്ല, നിങ്ങളുടെ നെഞ്ചത്തോട്ട് ഞങ്ങൾ കയറാനില്ല എന്നാണ് ഇപ്പോൾ തുർക്കി പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അവിടുത്തെ ഒരു പൊതുവിലെ സിറ്റുവേഷൻ. ഇപ്പോൾ തുർക്കിയെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് യൂറോപ്പിനകത്ത്. സൗദിയെ സംബന്ധിച്ചാണെങ്കിൽ ഇറാൻ എപ്പോൾ വേണോ അറ്റാക്ക് ചെയ്യാന്നുള്ള കാര്യത്തിലാണ്. ഇറാന് ഭാരതത്തിനോടൊരു എതിർപ്പില്ല. ഇപ്പം ഭാരതം വിചാരിക്കുകയാണെന്ന് പൂച്ചറ പിള്ളേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറാനൊരു അടി അങ്ങ് വേണമെങ്കിൽ കൊടുക്കും. ഇസ്രായേൽ ഒരു രാജ്യവുമായിട്ട് പരസ്പരം പോരടിക്കുന്ന രാജ്യങ്ങളുമായിട്ട് പോലും ഭാരതം ഈ 2 രാജ്യങ്ങളുമായി സൗഹൃദത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തിനെ പിണക്കുവാൻ വേണ്ടിയിട്ട് മറ്റൊരു രാജ്യം തയ്യാറാവില്ല. കാരണം അത്രമാത്രം സ്വാധീനമാണ് ഭാരതത്തിന്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു മാധ്യമ പ്രവർത്തക തന്നെ ഒരിക്കൽ ഈ ഷാങ്ക്രില ഡയലോഗിൽ വെച്ചിട്ട് ഹെക്സിയത്തിനോട് പറഞ്ഞു, ഇന്ത്യ അഗ്നി 6 പരീക്ഷിക്കാൻ പോകുന്നു. ഏകദേശം 6000 കിലോമീറ്റർ എന്തോ ദൈർഘ്യത്തിൽ വരുന്ന ഇന്റർ കോണ്ടിനെൻ്റലാണ്. നിങ്ങൾ അതെ 10,000 അല്ലേ, 10,000 കിലോമീറ്റർ. അതെ. അപ്പം അങ്ങനെ ഇന്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഞങ്ങളെന്തെങ്കിലും ഒരു പൊട്ടാസ് പൊട്ടിച്ചാൽ തന്നെ നിങ്ങളൊന്ന് ചോദ്യം ചെയ്യുമല്ലോ, ഇതിലൊന്നും പറയാനില്ലേ? അപ്പം ബ്രെക്സിറ്റ് എടുത്ത വായിലൊരു മറുപടി കൊടുത്തത്, നിങ്ങൾ പരീക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലോകത്തിന് ഭീഷണിയാണ്, പക്ഷേ ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ്, അതുകൊണ്ട് ആ രാജ്യം അങ്ങനെ ഇവരെയൊന്നും ആരെടുത്തും അങ്ങോട്ട് കയറി ചൊറിയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രീതിയിലാണ് ഭാരതത്തിൻ്റെ ഒരു സ്വാധീനം. ഭാരതത്തിനെതിരെ അമേരിക്കയ്ക്ക് പോലും ഇപ്പോൾ താരിഫ് 100% പ്രഖ്യാപിച്ചു, പക്ഷെ അത് പിൻവലിക്കേണ്ടി വന്നു. അതെ, 100% വീണ്ടും അത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ. അതെ, റഷ്യയിൽ നിന്ന് ആരൊക്കെ പെട്രോൾ ഇന്ധനം വാങ്ങുന്നുണ്ട്, പാചകവാതം വാങ്ങുന്നുണ്ട്, അവർക്കെല്ലാം വീണ്ടും താരിഫ്. അതെ. അപ്പോൾ പക്ഷേ ഭാരതത്തിനെതിരെ അതങ്ങനെ അത്ര കണ്ട് പെട്ടെന്നൊന്ന് നടപ്പിലാക്കാനുള്ളൊരു ധൈര്യം പോരാ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് അതിൻ്റെ ദോഷവശം. ഇനി ചൈനയുടെ ഭാഗം എടുക്കുക. ചൈന ബ്രഹ്മപുത്ര റിവറിലൊരു ഡാം പണിയാൻ പോകുന്നു. ആ ഡാമിൻ്റെ പ്രവർത്തനം ചൈന മന്ദീഭവിച്ചിരിക്കുകയാണ്. അപ്പം ഈ രീതിയിൽ ചൈനയ്ക്ക് ഭാരതത്തിനോട് ശത്രുതയുണ്ട്, ശത്രുതയില്ലാത്തതല്ല. കാരണം ഭാരതം അവരുടെ അണ്ണാക്കിൽ കയറിയിരുന്നു. അവരുടെ മുഴുവൻ രാജ്യങ്ങളെ, ചുറ്റുമുള്ള മുഴുവൻ രാജ്യങ്ങളെ നമ്മളെ കയ്യിലെടുത്ത് പിടിച്ചു വെച്ചുകയാണ്.
അവരുമായിട്ട് നല്ല രീതിയിൽ ബന്ധമുണ്ടായിരുന്ന നേപ്പാളിനെ നമ്മൾക്ക് പിടിച്ച് വാങ്ങിച്ചു. അതായത് ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ നല്ല ഒന്നാം തരം കളി കളിച്ച് വെച്ചൊക്കെയാണ്. അതായത് ഇപ്പോൾ ഉടനെ തന്നെ അത് കയറി കടുക്കും. അപ്പോൾ ആ രീതിയിലും അവർക്ക് ഒരു മെച്ചമില്ല. അവർക്ക് നേരെ ഒരു ചിക്കൻ നെക്ക് കോറിഡോറിലേക്ക് ഒരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ കൂടെ കൊണ്ടുവന്നതാണ് ബംഗ്ലാദേശിനെ. അതും അവരുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇങ്ങനെ അതുകൊണ്ട് ഭാരതത്തിൻ്റെ സോഫ്റ്റ് പവറിനെ കുറിച്ച്, ഭാരതത്തിൻ്റെ ഒരു കൃത്യമായ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒരു കഴിവിനെക്കുറിച്ച്, ശേഷിയെക്കുറിച്ച് ബോധ്യമുള്ള ഒരു രാജ്യവും, അതുപോലെ ഭാരതത്തിൻ്റെ ജനസംഖ്യ, ഭാരതം ഒരു വലിയ വിപണിയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കാര്യങ്ങളൊന്നും നിലനിൽക്കില്ല എന്നുള്ളതാണ് അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് പ്രത്യേകിക്കാം ഈ ഒരു ഇസ്ലാമിക് നാറ്റോ അത് യാഥാർത്ഥ്യമായിക്കൊള്ളട്ടെ, പക്ഷെ അത് ഇന്ത്യക്ക് ഭീഷണിയും മാറില്ല എന്ന് നമുക്ക് പ്രത്യേകിക്കാം.